എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. ഒരു 2 മിനിറ്റ് പോലും വേണ്ട നല്ലൊരു ഹെൽത്തി തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലമാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ പാചകങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കോവയ്ക്ക തോരനും, അതും കുക്കറിൽ വെച്ചിട്ടാണ് പാചകവും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോവയ്ക്ക തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. കോവയ്ക്ക കൊണ്ട് 2 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുത്തപ്പോഴേക്കും ഇതിലെ ചുവപ്പ് കോവയ്ക്കയ്ക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള കളർ മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തുപോയ കോവയ്ക്ക വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും വളരെ പുളിപ്പ് കൂടുതലായിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കോവയ്ക്ക 500 ഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മളിപ്പോൾ ചുവന്നതൊക്കെ മാറ്റി വന്നപ്പോൾ ഒരു 300 ഗ്രാം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ നമ്മുടെ പാചകം കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇനി നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം തോരൻ ആവശ്യമായ 1/2 മുറി നാളികേരവും ഒരു സവാളയ്ക്ക് പകരമായിട്ട് കൊച്ചുള്ളിയും എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് എരിവിന് ആവശ്യമായ ഒരു 5 പച്ചമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു നല്ല ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കാം. നാളികേരം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചതച്ചെടുക്കാനായിട്ടും. മിക്സിയുടെ ജാറിലേക്ക് നാളികേരം മാറ്റിയപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാളികേരം ഈ ഒരു രീതിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒതുക്കിയെടുത്തിട്ടുള്ള നാളികേരം ഒരു ബൗളിലേക്ക് മാറ്റാം. ഒതുക്കിയ അരപ്പ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കോവയ്ക്കയും കൂടി ചേർക്കാം. കോവയ്ക്ക ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് നല്ല പോലെ തന്നെ നമ്മുടെ കോവയ്ക്കയിലേക്ക് ഒന്ന് ഇളക്കി പിടിപ്പിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. 1 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ ഇനി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു കുക്കർ അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കൂടെ ചേർക്കണം. വറ്റൽ മുളക് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയാണ് ചേർക്കേണ്ടത്. കോവയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കോവയ്ക്കയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള വറവ് മുഴുവനും തന്നെ ഒന്ന് പിടിച്ചു കിട്ടണം. തവി ഉപയോഗിച്ചും നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ കുക്കറിന്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. മൂടി അടച്ചു കൊടുക്കുമ്പോൾ ഇതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കരുത്. ഈ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് നല്ലതായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 2 മിനിറ്റ് പോലും സമയം ആവശ്യമായിട്ട് വരില്ല. നല്ല പോലെ തന്നെ പ്രഷർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ നമുക്ക് ഇനി മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുക്കറിന്റെ മൂടി ഇവിടെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തന്നെ നമ്മൾ തോരൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു തരി പോലും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ എളുപ്പത്തിലും തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കോവയ്ക്ക തോരൻ ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതുപോലെ ഒരു തോരൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏത് തോരനാവട്ടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. കോവയ്ക്ക മുഴുവനും തന്നെ ഒരേപോലെ തന്നെ വെന്ത് ഒരു തരി പോലും കുഴയാതെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി തോരൻ തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു പച്ചക്കറിയുടെ ഗുണങ്ങൾ വളരെ ഏറെയാണ്. അതുകൊണ്ട് ഒരു പോഷകങ്ങളും പുറത്തേക്ക് പോവാതെ തന്നെയാണ് നമ്മൾ ഈ പാചകം ചെയ്തെടുത്തിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള തനിനാടൻ വെജ് റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസവും ഞാൻ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും
ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.